കാറിൻ്റെ സൺറൂഫിൽ കുട്ടിയെ ഇരുത്തിയ സാഹസികമായ യാത്രാർത്ഥയാണ്. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലാണ് ഇങ്ങനൊരു സാഹസിക യാത്ര. വാഹനം ഓടിച്ചിരുന്ന ആളെ പറ്റി വിവരങ്ങളില്ല. പക്ഷേ നമുക്കറിയാം എത്രയോ അപകടങ്ങൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ഏതെങ്കിലും വിധത്തിൽ ഒരു അപകട സാധ്യത ഉള്ളത് നമ്മളായിട്ടത് കൂടുതൽ പെരുപ്പിക്കണോ എന്നതാണ്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ടുണ്ട്. ഗൂഗിൾ ഒരു നഗരത്തിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ ഈ സൺറൂഫ് എന്നത് കുട്ടികളൊക്കെ പലയിടത്തും ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് കാറ്റൊക്കെ കൊണ്ട് പോകാറുണ്ട്. പക്ഷേ ഒരു നഗരത്തിലൊക്കെ ഇത്തരം യാത്രകൾ ചെയ്യുന്നത് എപ്പോഴാണ് അപകടം ക്ഷണിച്ചു വരുത്തുകയെന്ന് പറയാൻ കഴിയില്ല. കാരണം വാഹനങ്ങൾ അധികമുള്ള സമയമാണ്, വേഗത്തിൽ വാഹനങ്ങൾ വരുന്ന ഇടമൊക്കെയാണ്. എന്തെങ്കിലും ഒരു അപകടത്തിലേക്ക് പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത് എപ്പോഴത്തെ ദൃശ്യങ്ങളാണിത്? ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം. ഈ സ്റ്റേഡിയം ബൈപ്പാസ് റൂട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാധാരണ ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ പലരും നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സൺറൂഫ് തുറന്ന് അതിലൂടെ പുറത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ അപകടമാണ്. ആ സമയത്താണ് ഈ സൺറൂഫിൽ കുട്ടിയെ ഇരുത്തിക്കൊണ്ടുള്ള യാത്ര. വളരെ പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ ബ്രേക്ക് ഒന്ന് അമർത്തേണ്ടി വന്നാൽ കുട്ടിയുടെ ബാലൻസ് തെറ്റി വീഴുമെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട അപകടം. അങ്ങനെ വലിയൊരു അപകട സാധ്യതയാണ് ഇത്തരം യാത്രകൾക്കൊക്കെ ഉള്ളത്. ഈ സൺറൂഫ് തുറന്ന് പുറത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നത് തന്നെ അപകടമാകുന്ന ഒരു സ്ഥിതിയും അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമാണ്. അതേ സമയത്താണ് ഇത്തരത്തിൽ സൺറൂഫിൽ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഈ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന യാത്രകളാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ചും നഗരത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പലപ്പോഴും ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ തന്നെ കുട്ടിയുടെ ബാലൻസ് തെറ്റാനുള്ള സാധ്യതയൊക്കെ തന്നെ വളരെ കൂടുതലാണ്. അത്തരം അപകടം പിടിച്ചൊരു യാത്രയാണ്. ഈ വാഹനവും അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ചത് ആരാണെന്നുമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പിന്നിൽ യാത്ര ചെയ്തിരുന്ന വാഹനയാത്രികരാണ് അത് പകർത്തിയതും അങ്ങനെയാണ് നമുക്കത് ലഭ്യമായതും. ഇപ്പോൾ ഏതായാലും പോലീസും അതോടൊപ്പം തന്നെ MVD ഒക്കെ തന്നെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.